ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. വൻ ദുരന്തമാണ് ഒഴിവായത്. വർക്കലയിലെ തീരദേശ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി 1:30 മുതൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. പുലർച്ചെയാണ് കുന്നിടിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആളപായവും ഒഴിവായി. സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5:30 മുതൽ ഈ ഭാഗത്ത് ബലിതർപ്പണം നടത്തുന്നതിന് ഭക്തർ എത്താറുണ്ടായിരുന്നു. കുന്നിന്റെ ഭാഗം അടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചു. ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തും മുന്നിലുമായാണ് കുന്ന് ഇടിഞ്ഞു വീണിട്ടുള്ളത്. പുലർച്ചെ മണ്ഡപം തുറക്കാൻ എത്തിയ ജീവനക്കാരാണ് സംഭവം കാണുന്നത്. വളരെ ദുർബലമായ ഒന്നാണ് പാപനാശം കുന്നുകളുടെ ഉൾഭാഗം. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കുന്നുകളെ സാരമായി ബാധിക്കും. മഴയും കാറ്റും പ്രതിരോധിക്കാനുള്ള ശേഷിയും കുന്നുകൾക്കില്ല. എല്ലാ മഴക്കാലത്തും കുന്നുകൾ ഇടിയാറുണ്ട്. കുന്നിനോട് ചേർന്നാണ് ടൂറിസം പോലീസിന്റെ വിശ്രമ മുറിയും. ബലിമണ്ഡപത്തിന് സമീപത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 1 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുൻഭാഗം നിരപ്പാക്കുന്നതിനായി 1 മാസം മുമ്പ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നു. നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഭാഗം കോൺക്രീറ്റ് ചുവരുകൾ കെട്ടി സംരക്ഷിക്കാമെന്നുള്ള തീരുമാനവും എടുത്തിരുന്നു. ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഒരാഴ്ച മുന്നേ പുതുതായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സെപ്റ്റിക് ടാങ്കുകൾക്ക് മുകളിൽ പാകിയിരുന്ന മുൻഭാഗത്തെ ഇന്റർലോക്കുകൾ മഴയിൽ ഇടിഞ്ഞു താണിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് പാപനാശം ഹെലിപ്പാഡ് ഭാഗത്തെ കുന്നുകൾ ഏതാണ്ട് 10 മീറ്ററോളം വീതിയിൽ ഇടിഞ്ഞു വീണത്. വീണ്ടും കുന്ന് ഇടിയുവാൻ സാധ്യത ഏറെയാണെന്നും ബലിതർപ്പണത്തിനായി തിരക്ക് കൂടുന്നതിനാൽ ദേവസ്വം ബോർഡ് അധികാരികൾ ബലിതർപ്പണം നിർത്തിവയ്ക്കുവാൻ തയ്യാറാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഭാരത് വിഷൻ, വർക്കല.